എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. സി സജീവൻ, കോടതിയിൽ മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയ തർക്കങ്ങൾക്കുള്ള വേദിയാക്കി കോടതിയെ മാറ്റരുത് എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടന് മാത്രമല്ല, CMRL വിഷയം നാളുകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങൾ കൂടിയിട്ട തിരിച്ചടിയാണ്. മാത്യു കുഴൽനാടൻ പറയുന്ന കള്ളങ്ങൾ, വ്യാജ ആരോപണങ്ങൾ അതേപടി ഏറ്റുപറഞ്ഞ മാധ്യമങ്ങൾ കൂടി കിട്ടിയ തിരിച്ചടി. കോടതി അത് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, കോടതിയിൽ എന്താണ് നടക്കുന്നത്, നിയമപ്രകാരമായിട്ടുള്ള എന്തെല്ലാമാണ് ഇവർ തമ്മിലുള്ള ധാരണ, ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ധാരണ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട രേഖ എന്താണെന്ന് അറിയാതെ പുറത്ത് നടക്കുന്ന ചർച്ചകൾ, അത്തരം ചർച്ചകൾക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് ഈ കോടതിയുടെ ഈ ഉത്തരവിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രസക്തമായില്ല. കോടതിയുടെ മുമ്പാകെ വേണ്ട തെളിവുകളാണ്. അതായത് തെളിവുകളാണ് കൃത്യമായിട്ട് കോടതി പരിശോധിക്കുക. അതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ട് ഇതിന് മൊത്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്വേഷം, അതാണ് കോടതി പറഞ്ഞത്. രാഷ്ട്രീയ വിദ്വേഷങ്ങൾ കാണിക്കാൻ, രാഷ്ട്രീയ വേദിയാക്കിയിട്ട് കോടതിയെ പോലും മാറ്റാൻ വേണ്ടി ഇത്തരം ഹർജികൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായ കാര്യമാണ്. വ്യക്തമായ ബോധ്യമില്ലാതെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയോ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ CMRL കേസ്, എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ധാരണ എന്താണ്, അവർ തമ്മിലുള്ള കരാർ എന്താണ് എന്ന് ബോധ്യപ്പെടണം. അത് സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വിവിധ രീതിയിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. അത് വരുന്നവരെ അനാവശ്യമായ രൂപത്തിൽ വ്യക്തിഹത്യ നടത്തുക, അതുമായൊരു ബന്ധമില്ലാത്ത ഭരണത്തിലേക്കും മുഖ്യമന്ത്രിയിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക, അങ്ങനെ രാഷ്ട്രീയ മുതൽപ്പാട്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു.